Capital structure, capitalization, importance of capital structure and objectives of capital structure. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ. നമ്മളൊരു ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യണം, എന്തൊക്കെ ഫാക്ടർ ഡിറ്റർമൈൻ ചെയ്തുകൊണ്ടാണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ? ഒരു 16 പോയിന്റ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ദ മിക്സ് ആൻഡ് ദ കോമ്പിനേഷൻ ഓഫ് ഷെയർസ് ഓഫ് എ ബിസിനസ് എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു മിക്സ് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു എക്കണോമിയുടെ എന്തൊക്കെ ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത്രമാത്രം ഇക്വിറ്റി, ഇത്രമാത്രം പ്രെഫറൻസ്, ഇത്രമാത്രം ഡെപ്റ്റേഴ്സ് വേണമെന്ന് നമ്മുടെ കമ്പനി തീരുമാനിക്കുന്നത്. അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളാണ് 16 പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ സാധാരണ രീതിയിൽ ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഏണിങ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കിട്ടണമെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ബിസിനസ്സിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നു. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഈ ഫിനാൻസ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന റിസ്കിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ, ഒരു പ്രോഫിറ്റ്. The use of long-term fixed interest-bearing debt and preference share capital along with the equity share capital is called financial leverage. നമ്മൾ ലോങ് ടേമിലേക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റ്, പ്രെഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ്, അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് നമ്മൾ വിളിക്കുക. ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫാക്ടർ. The use of long-term debt increases the earning per share if the firm yield a return higher than the cost of debt. നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതും നമുക്ക് ഹൈ റിട്ടേണിലേക്ക് കൊണ്ടുപോകും എന്നാണ് തിയറികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഡെബഞ്ചേഴ്സ്, നമ്മൾ ഓണറിന്റെ ക്യാപിറ്റൽ മാത്രം നമ്മൾ ആശ്രയിക്കാതെ ഡെബഞ്ചേഴ്സിനെ നമ്മൾ ബിസിനസ്സിലേക്ക് ആശ്രയിക്കുന്നത് അതിന്റെ റിസ്ക് കൂടുന്നതനുസരിച്ച് അതിന്റെ റിട്ടേൺ കൂടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തീരുമാനിക്കുമ്പം ദ കോമ്പിനേഷൻ ഓഫ് ഷെയർസ് നമ്മൾ തീരുമാനിക്കുമ്പം ലോങ് ടേമിലേക്കാണോ, ഫിനാൻഷ്യൽ ലിവറേജ് എത്രമാത്രം ഉണ്ട്, ഇത് ഒരു മെയിൻ ഫാക്ടറാണ്. ലോങ് ടേം ക്യാപിറ്റൽ ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ആണോ എന്നുള്ള ഒരു ഫാക്ടറിങ് മെയിൻ ഘടകമാണ് എന്ന് പറയുന്നു. സെക്കൻഡ് പോയിന്റ് പറയുന്നു ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സെയിൽസ്. ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സെയിൽസ്. The capital structure of a firm is greatly influenced by the growth and stability of sales. Stability of sales ensure that the firm will not face in difficulty in meeting their commitment on paying interest and repayment of debt. Similarly, greater the growth of sales, greater the debt can be used in the capital structure. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ സെയിൽസ് എത്രമാത്രം കൂടാനുള്ള ചാൻസ് ഉണ്ട്, ഇപ്പൊ ആക്ച്വലി എത്രമാത്രം സെയിലുകൾ നടക്കുന്നുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ക്യാപിറ്റലിനെ തീരുമാനിക്കാൻ, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിനെ തീരുമാനിക്കാൻ. അപ്പൊ നമ്മളൊരു പുതുതായിട്ടൊരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു മന്ത്ലി ബഡ്ജറ്റ് കാൽക്കുലേഷൻ ഉണ്ടാവും. ആക്ച്വലി 1 മന്ത് ഇത്രയെങ്കിലും സെയിൽ വേണം, അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും ഒരു കമ്പനി നടക്കുന്നത്. ആ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സെയിൽസിന്റെ ബേസിൽ വേണം, ആ ഗ്രോത്ത് ഓഫ് സെയിൽസിന്റെ അടിസ്ഥാനത്തിൽ വേണം ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമ്മൾ തീരുമാനിക്കാനായിട്ട്. ഇല്ല എങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ സെയിൽ ഗ്രോത്ത് ആവുന്നതനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. സെയില് ഡേ ബൈ ഡേ ഗ്രോ അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും. സെയില് കൂടുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കൂടേണ്ടി വരും. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് എന്ത് വേണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന്റെ അളവും കൂടുതലായിട്ട് വരും. അപ്പൊ ക്യാപിറ്റൽ മിക്സ് തീരുമാനിക്കുമ്പം നമ്മുടെ ഗ്രോത്ത് ഓഫ് സെയിൽ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സെയിൽ മെയിൻ ഭാഗമാണെന്ന് പറയുന്നു. ദെൻ തേർഡ് പോയിന്റ് പറയുന്നു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. Cost of capital refers to the minimum return expected by investors while formulating capital structure. The overall cost of capital of a firm must be made minimum.
നമ്മൾ ഓരോ ക്യാപിറ്റലിൽ നിന്നും നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചത് മുഴുവനും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്, റിട്ടേൺ ഓഫ് ക്യാപിറ്റലാണ്. നമ്മൾ ഓരോ ക്യാപിറ്റലിൽ നിന്നും പ്രതീക്ഷിക്കുന്ന മിനിമം റിട്ടേൺ നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ മിക്സിങ് തീരുമാനിക്കുക. ഇപ്പൊ 3 ടൈപ്പ് ക്യാപിറ്റൽ എടുത്തു വെച്ചു. അതിൽ ഏറ്റവും കൂടുതൽ മിനിമം റിട്ടേൺ കിട്ടുന്ന ക്യാപിറ്റലിനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ചെയ്യുക. കാരണം നമുക്ക് റിട്ടേൺ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മുതൽ മുടക്കുക. അപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? മിക്സിനെ തീരുമാനിക്കുന്ന മെയിൻ ഫാക്ടർ ആണെന്ന് പറയുന്നു. ദെൻ 4ാമത്തെ പോയിന്റ് റിസ്ക് ഫാക്ടർ ആണ്. ഏത് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതാണ് റിസ്ക് ഫ്രീ ആയി മാറുക, അല്ലെങ്കിൽ റിസ്ക് കൂടിയാൽ തന്നെ റിട്ടേൺ കിട്ടുമോ അതനുസരിച്ചുള്ള ഇതേപോലുള്ള റിസ്ക്. ആൻഡ് ഇപ്പൊ ഡെപ്റ്റ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഫിനാൻഷ്യലി റിസ്ക് കിട്ടുക. പക്ഷേ ഡെപ്റ്റ് ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഹെവി റിസ്ക് ആയിട്ട് എടുക്കുന്ന ക്യാപിറ്റലിൽ നിന്നേ നമുക്ക് ഹെവി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു 80% ഡെപ്റ്റായി മാറിയാലോ ബിസിനസ് തകർന്നു പോവുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഹെവി റിസ്ക് ഉള്ള ക്യാപിറ്റലും മീഡിയം ഉള്ളതും ലോ ഉള്ളതും എല്ലാ ടൈപ്പ് ക്യാപിറ്റലുകളും റിസ്കിലി നമ്മൾ ബിസിനസ്സിൽ പ്രയോഗിക്കണം എന്ന് പറയുന്നു. ലോ റിസ്ക്കും മീഡിയം റിസ്ക്കും ഹൈ റിസ്ക്കും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം. അപ്പൊ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നതും മെയിൻ ഫാക്ടറിങ് ഡിറ്റർമൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. Then 5th point, cash flow of the firm. Capital structure should be designed only after considering the cash flow of the firm. If the firm has greater and stable cash inflow, it can use more debt in the capital structure as enough to cash pay fixed interest and charges. അതായത് ക്യാഷ് ഫ്ലോ ഓഫ് ദ ഫേം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്, നല്ല രീതിയിലുള്ള റിട്ടേൺ വരുന്നുണ്ട്, സെയിലൊക്കെ നന്നായി പോയി ഇൻഫ്ലോസ് നന്നായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യാം. കാരണം അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു ഇൻഫ്ലോ ബിസിനസ്സിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനും റീപേ ചെയ്യാനുള്ള ഒരു മാർഗം നമുക്കുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ കമ്പനികളിൽ ബിസിനസ്സിൽ ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴിയായിട്ട് അവിടെ ബിസിനസ് ഗ്രോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദ ഫേം നോക്കിക്കൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മോർ ഡെപ്റ്റ് യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. Then 6th point, nature and size of the firm. Nature and size of the firm also influence the capital structure. Business firm which have stability in their earnings or which enjoy monopoly regarding their product can use more debt in the capital structure. Nature and size of the business. Monopoly, single unit ആണ്. നമ്മളെ അതിനെ പകരം വെക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല. ആ ഒരു പ്രൊഡക്റ്റിന് ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ വരുന്നു. അതാണ് മൊണോപ്പോളി എന്ന് പറഞ്ഞാൽ. കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റുകൾ ഇല്ല എങ്കിൽ എല്ലാ ആൾക്കാരും ഏത് ചെയ്യും? ഇത് തന്നെ വാങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന മൊണോപ്പോളിയിലൊക്കെ അവർക്ക് മോർ ഡെപ്റ്റുകൾ യൂസ് ചെയ്യാം. കാരണം അവരുടെ ബിസിനസ് ഒരിക്കലും തകരില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും മോർ ഡെപ്റ്റുകൾ യൂസ് ചെയ്യുന്ന വഴിയായിട്ട്, കാരണം നമ്മുടെ ഫിനാൻഷ്യലി പോക്കറ്റിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കടം മേടിക്കുന്നത്. നമ്മൾ മോർ കടം വാങ്ങിക്കൊണ്ട് നമ്മുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്ത് അത് വീട്ടിയെടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആർക്കുണ്ട്? മൊണോപ്പോളി ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളിലുണ്ട്. On other hand, a concern which is not able to provide stable earnings will have to use mainly equity capital. Similarly, it is suitable for smaller business firms to depend upon the owned capital mainly as it is difficult for such firm to raise fund to meet fixed interest. അതായത് ചെറുകിട വ്യവസായങ്ങളാണെങ്കിൽ അതിന്റെ സൈസ് ഓഫ് ദ ബിസിനസ് നോക്കിയിട്ട് വേണം നമ്മൾ മിക്സിനെ തീരുമാനിക്കാൻ എന്നാണ് ഈ പോയിന്റ് പറയുക. മൊണോപ്പോളി ഉള്ള നേച്ചർ എന്ന് പറയുന്ന മൊണോപ്പോളി ആണെങ്കിൽ അവിടെ മോർ ഡെപ്റ്റ് യൂസ് ചെയ്യാം. കോമ്പറ്റീഷൻ കുറവാണ്, കോമ്പറ്റീഷൻ ഇല്ല. അവർക്ക് തന്നെയാണ് അവരുടെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് എല്ലാവരും, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരുടെ ബിസിനസ് ഒരിക്കലും തകർന്നു പോകില്ലെന്ന വിശ്വാസത്തിൽ അവർ മോർ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നു ബിസിനസ്സിൽ. ഒരു വളരെ ചെറിയൊരു ബിസിനസ് സ്ഥാപനമാണ്. അങ്ങനെയാണെങ്കിൽ ചെറുകിട വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ഓണേഴ്സ് ക്യാപിറ്റലായി ഇക്വിറ്റി ക്യാപിറ്റലായിരിക്കണം. ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഇൻഫ്ലോസുകളെ ഉണ്ടാകുള്ളൂ. ആ ഇൻഫ്ലോസുകളുടെ അടിസ്ഥാനത്തിൽ വേണം അവിടെ ഡെപ്റ്റിനെ തീരുമാനിക്കാൻ. അവിടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ യൂസ് ചെയ്യാവുള്ളൂ. കാരണം തിരിച്ചടയ്ക്കാനുള്ള കേപ്പബിലിറ്റി ആ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകാതെ വരും. ക്യാഷ് ഇൻഫ്ലോസിന്റെ അടിസ്ഥാനത്തിലാണ് ഡെപ്റ്റ് റീപേയ്മെന്റ് ആൻഡ് ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് റീപേയ്മെന്റ് നമ്മൾ തീരുമാനിക്കുക.
അത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ബിസിനസിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലാ. സോ 6th പോയിന്റ് പറയുന്നത് നേച്ചറിന്റെയും സൈസ് ഓഫ് ദ ഫെയിമിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ മിക്സിനെ തീരുമാനിക്കുക. ഡെപ്റ്റ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ബിഗ് ബിസിനസ് സ്ഥാപനങ്ങളിലും ഓണേഴ്സ് ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്മോൾ ബിസിനസ് സ്ഥാപനങ്ങളിലും ആയിരിക്കും. സ്മോൾ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഇക്വിറ്റി ഓണേഴ്സിന്റെ ക്യാപിറ്റൽ ആയിരിക്കണം. കാരണം ചെറിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇൻഫ്ലോസ് കുറവാണ്. അതുകൊണ്ട് അവർക്ക് ഡെപ്റ്റ് വാങ്ങിക്കൂട്ടിയാൽ തിരിച്ചടയ്ക്കാനുള്ള ഒരു സാധ്യത അവിടെ കുറവാണ്. Then 7th point പറയുന്നു control of shareholders. The capital structure of the company is also affected by the extent to which the existing management or owners of the company desire to retain control over the affairs of the company. In case more and more funds are raised through issue of equity shares, then the control of existing shareholders is diluted. നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന പ്രോബ്ലംസിനൊക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പ്രോബ്ലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ് ഇതെല്ലാം. നമ്മൾ മോർ ആൻഡ് മോർ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും? ഓണേഴ്സിന്റെ കൺട്രോളിംഗ് പവർ അവിടെ ഡയല്യൂട്ട് ചെയ്യപ്പെടും, വീതിച്ച് പോകപ്പെടും. കൺട്രോളിംഗ് രണ്ടുപേരുടെ കയ്യിൽ നിന്നിരുന്നത് ഒരുപാട് ആൾക്കാരുടെ കയ്യിലോട്ടായി മാറും. അപ്പൊ ബിസിനസ്സിനെ നമ്മൾ ഒരു പാമ്പിനെ ആള് കൂടിയാൽ കൊല്ലാൻ പറ്റിയാലെന്ന് പറഞ്ഞ പോലെ ബിസിനസ് സ്ഥാപനത്തിലും ഒരുപാട് ആൾക്കാരെ നിയന്ത്രിക്കാനും ഡിസിഷൻസ് പറയാനും പല ബുദ്ധികളുടെയൊക്കെ പ്രയോഗം വരുമ്പോഴത്തേനും ബിസിനസ് ആകെ തകർന്നടിഞ്ഞു പോകുന്നു പറയുന്നു. അപ്പൊ ഒരു ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് മതി. ഒരുപാട് എണ്ണം കൂടിയാലും പ്രശ്നമാണ്. അപ്പൊ കൺട്രോൾ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഒക്കെ കൂടുതൽ മിക്സിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? കൺട്രോളിംഗ് എന്ന് പറയുന്ന മെയിൻ ഫാക്ടറായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിരിക്കുക. ഒരു ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരുടെ എണ്ണം കൂട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ നിലവിലുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ കൺട്രോളിംഗ് പവറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വെരി വീക്ക്ലി ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ്, യാതൊരുവിധ എബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വീണ്ടും കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് തോന്നും. കാരണം എന്താ? ബിസിനസ്സിൽ നല്ല തീരുമാനം എടുക്കാനുള്ള എബിലിറ്റി ഉള്ള ആൾക്കാർ വേണം. എന്നാൽ നല്ല ഹെവി എബിലിറ്റി ഉള്ള നല്ല ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ നിലവിൽ ബിസിനസ്സിൽ ഉള്ളത് എങ്കിൽ വീണ്ടും ഇക്വിറ്റി ഷെയർസ് ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ ആരും ആവശ്യപ്പെടാറില്ല. കാരണം അവരുടെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റിയെ അത് ബാധിക്കുമെന്ന് പറയുന്നു, കൂടുതൽ ആൾക്കാർ അതിലോട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ. Then 8th point പറയുന്നു flexibility. Capital structure of a firm should be flexible. Then it should be capable of being adjusted according to the need of changing. എപ്പോഴും ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറയാൻ നമുക്ക് റിഡംഷൻ, ബൈബാക്ക് ഇങ്ങനെ പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഷെയറുകൾ പിൻവലിക്കുവാനുള്ള ചാൻസുകളുണ്ട് കമ്പനിക്ക്. അതുകൊണ്ടാണ് നമ്മുടെ ബിസിനസിന്റെ നേച്ചർ മാറുന്നതനുസരിച്ച് ഷെയറുകൾ കൂട്ടാനും ഷെയറുകൾ കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് മിക്സിനെ ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നു. കാരണം ഇപ്പോൾ വർക്കിംഗ് കണ്ടീഷൻ വളരെ മോശമാണ്, ബിസിനസിന്റെ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഇച്ചിരി കുറച്ചേക്കാന്ന് കരുതി കഴിഞ്ഞാൽ മിക്സിൽ വ്യതിയാനം സംഭവിക്കും. ഷെയറുകൾ തിരികെ വിളിക്കുമ്പോൾ, അതായത് ഷെയറിന്റെ കോമ്പിനേഷനിൽ വ്യതിയാനം സംഭവിക്കുന്നു. Then 9th point പറയുന്നു requirement of investors. The requirement of investors is another factor which influence the capital structure of a firm. Different type of securities are needed for different type of investors. Equity shares are best suited investors who are bold and who are willing to take risk on account of non-repayment of principal and return. Debentures are best suited for investors who are very conscious and who are not willing to take risk. അതായത് നമ്മൾ നിലവിൽ ഇൻവെസ്റ്റേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് വേണം ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫോർമാറ്റ് രൂപീകരിക്കാൻ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമാണ്. അതായത് എല്ലാ ഇൻവെസ്റ്റേഴ്സും പ്രെഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ആയിരിക്കില്ല. ഇക്വിറ്റി ഷെയർസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും ബോൾഡായിട്ടും വില്ലിംഗ് ആയിട്ടും ഉള്ളത്. അതുപോലെ ഡെബഞ്ചേഴ്സ് എന്ന് പറയുന്നതും ഇൻവെസ്റ്റേഴ്സ് വെരി കോൺഷ്യസ് ആയിട്ടും അതുപോലെ അവര് വില്ലിംഗ് അല്ല റിസ്ക് ഏറ്റെടുക്കാനായിട്ട്. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്യാപിറ്റലാന്നുള്ളൊരു ബോധ്യം റിയൽ ഓണേഴ്സിന് വേണം. എന്നിട്ട് വേണം അതിൻ്റെ ഒരു കോമ്പിനേഷൻ തീരുമാനിക്കാൻ. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏതിലാണ്, ആ ചോയ്സ് അനുസരിച്ച് വേണം നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഷെയർസ് രൂപീകരിക്കാൻ.
ദെൻ 10th പോയിന്റ് പറയുന്നു ദ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ. ആക്ച്വലി നമ്മുടെ ബിസിനസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? മാർക്കറ്റ് കണ്ടീഷൻസ് സ്ട്രേറ്റ് ഫോർവേഡ് ആണോ, അല്ലെങ്കിൽ ഡിപ്രഷൻ പീരീഡ് ആണോ, അല്ലെങ്കിൽ നല്ല ബൂം പീരീഡിലാണോ? അതിന്റെ അടിസ്ഥാനവും ആ ഒരു മാർക്കറ്റ് കണ്ടീഷനും നമ്മുടെ ഷെയർ മിക്സിനെ ബാധിക്കുന്നുണ്ട്. ദെൻ 11ാമത്തെ പോയിന്റ് അസറ്റ് സ്ട്രക്ചർ ആണ്. While designing the capital structure, the liquidity and composition of asset should also be kept in mind. നമ്മുടെ ബിസിനസ്സിൽ എത്രമാത്രം ലിക്വിഡിറ്റി വേണം, എത്രമാത്രം ആസറ്റുകളുടെ കോമ്പിനേഷൻ എങ്ങനെയാണ്, ഫിക്സഡ് അസറ്റ് ആണോ, കറണ്ട് അസറ്റ് ആണോ, കൂടുതൽ അതിൻ്റെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫണ്ട് അവൈലബിൾ ആണോ ബിസിനസ്സിൽ, അതോ ലോങ് ടൈം ഫണ്ട് ആണ് കൂടുതൽ ആക്ച്വലി ഉള്ളത്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു മിക്സിംഗ് രൂപീകരിക്കാനായിട്ട്. Then 12th point പറയുന്നു purpose of financing. In case fund are required for some productive purpose, for example, purchase of raw material, the company can afford to raise the fund by issue of debentures. This is because of the company will have the capacity to pay interest on debentures out of the profits so earned. On the other hand, if the fund are required for non-productive purpose, the business may raise the fund by issue of equity share. അത് മെയിൻ ഒരു ഘടകമാണ് ആ പോയിന്റ്. 12ാമത്തെ പോയിന്റ് ഉദ്ദേശിക്കുന്ന പർപ്പസ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ക്യാപിറ്റൽ ഏൺ ചെയ്യുന്നതെന്ന് നോക്കണം. പ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റിലോട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഡെബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് പണം കണ്ടെത്താം. കാരണം പ്രൊഡക്റ്റീവ് യൂണിറ്റുകളിൽ പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് ആകുമ്പം അത് വിൽക്കാമെന്നും അത് വിറ്റ് കഴിഞ്ഞാൽ പൈസ ഇൻഫ്ലോസ് ഉണ്ടാകുമെന്നും ഡെപ്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാം എന്നുള്ള ഒരു ബോധ്യമുണ്ട്. പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി അല്ലാതെ നമ്മുടെ ബിസിനസ്സിലേക്ക് അല്ലാതെ ലോങ് ടൈമിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മേഖലയിലോട്ടാണ് പൈസ മുടക്കേണ്ടതെങ്കിൽ നമ്മൾ കൂടുതൽ ഇക്വിറ്റി ഷെയർസ് ആണ്. കാരണം അതിൽ നിന്ന് നമുക്ക് ഇൻഫ്ലോസുകൾ ഉണ്ടാവുന്നില്ല. ലോങ് ടൈമിലേക്കൊക്കെ ഫിക്സഡ് ആയിട്ടൊരു അസറ്റ് മേടിച്ചിടുക, അപ്പൊ ആ അസറ്റിൽ നിന്ന് നമുക്ക് മാസം മാസം വരുമാനം വരുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഓണേഴ്സിന്റെ ഫണ്ടേ അവിടെ ഉപയോഗിക്കാവുള്ളൂ. കാരണം ഡെപ്റ്റ് വാങ്ങി കൂട്ടിയാൽ അത് തിരിച്ചടയ്ക്കാനുള്ള മാർഗം അതിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരും. അപ്പൊ അതിന്റെ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ വേണം ക്യാപിറ്റൽ മിക്സിനെ തീരുമാനിക്കാൻ എന്നാണ് 12th പോയിന്റ് പറയാം. Then 13th period പറയുന്നു period of finance. The period for which finance is required will also affect the determination of capital structure. If the finance is required for a long-term period of time, then it will be appropriate to raise them by issue of debentures. In case fund need on permanent basis, the equity share capital is more appropriate. എത്ര നാളത്തേക്കാണ് നമ്മൾ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ആ പീരീഡിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ മിക്സിനെ തീരുമാനിക്കണം. ലോങ് ടൈമിലേക്കാണോ അല്ലെങ്കിൽ ബിസിനസിന്റെ വൈൻഡിങ് അപ്പ് വരെയാണോ, അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഡെപ്റ്റ് വേണോ ഇക്വിറ്റി വേണോ എന്ന് തീരുമാനിക്കാൻ. Then 14th point പറയുന്നു ഫ്ലോട്ടേഷൻ കോസ്റ്റ്. The cost of raising various kind of securities or fund to be considered while designing the capital structure. The cost of floating a debt is generally less than the cost of floating of an equity. Flotation cost എന്ന് പറഞ്ഞാൽ cost of raising various kind of security or fund is considered while designing the capital structure. The cost of floating a debt is generally less than flotation cost of equity. To reduce the cost of floating, the management may prefer raise debt. അതായത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേ ബൈ ഡേ നമ്മൾ മിനിമം റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിൽ ഒരു വ്യതിയാനം ഉണ്ടാവുകയാണ് ഷെയറുകളിൽ മാർക്കറ്റ് കണ്ടീഷനൊക്കെ അടിസ്ഥാനപ്പെട്ടുകൊണ്ട്. അപ്പൊ ഫ്ലോട്ടേഷൻ കോസ്റ്റ് സാധാരണ രീതിയിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് ഇക്വിറ്റി ഷെയറിന്റെ ഫ്ലോട്ടിംഗ് കോസ്റ്റിനേക്കാൾ കുറവ്. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കുറവ് റിസ്ക് ഏറ്റെടുക്കുന്ന ഒരു കമ്പനി ആണ് എങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറവുള്ള ക്യാപിറ്റലാണ് എപ്പോഴും ചൂസ് ചെയ്യുക എന്ന് പറയാം. ദെൻ സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് ടാക്സ്. ടാക്സിന്റെ അടിസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആസ് ദി ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റി ഈസ് അലൗഡ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടാക്സബിൾ പ്രോഫിറ്റ്, ദ കമ്പനീസ് പ്രിഫർ ഡെപ്റ്റ് ഫിനാൻസിംഗ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ കോർപ്പറേറ്റ് ടാക്സ് ഓൺ പ്രോഫിറ്റ്.
നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ സെക്യൂരിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എപ്പോഴും ഇൻട്രസ്റ്റ് ടാക്സ് ഒക്കെ കുറച്ചതിന് ശേഷമാണ് നമ്മൾ എപ്പോഴും കമ്പനിയുടെ പ്രോഫിറ്റിനെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ബിസിനസിന്റെ പ്രോഫിറ്റ് ഹെവി ആയിട്ട് നിൽക്കുവാണോ അല്ലെങ്കിൽ ലോസ് ആയിട്ട് നിൽക്കുവാണോ എന്ന് നമ്മളത് ഇക്വിറ്റി ഷെയർസ് ആണോ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഡെപ്റ്റ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, അതിന്റെ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ടാക്സിന്റെയും മെയിൻ ഭാഗമായിട്ട് മാറുവാണ്. അപ്പൊ ടാക്സ് വളരെയധികം കൂടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഡെപ്റ്റ് പ്രിഫറൻസ് ചെയ്യുന്നുണ്ട്. കാരണം ടാക്സിനെ കുറയ്ക്കാൻ വേണ്ടി. ഞാൻ കടം വാങ്ങി ബിസിനസ് നടത്തിയിട്ടുള്ളതാണെങ്കിൽ അത് ഓണറിന്റെ ക്യാപിറ്റൽ ആണെങ്കിലും അതിന്റെ വ്യതിയാനമുണ്ട് ടാക്സ് അടയ്ക്കുന്നതിൽ. നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസക്ക് ടാക്സ് നമ്മൾ വരുമാനം കണ്ടെത്തി നിന്ന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു കൂടുതൽ. ഡെപ്റ്റ് ആണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും അതിന്റെ എനിക്ക് ചെലവുകൾ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ടാക്സ് റേറ്റ് അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കൂ എന്ന് പറയുന്നു. ദെൻ ലാസ്റ്റ് പോയിന്റ് പറയുന്നു ലീഗൽ റിക്വയർമെന്റ്സ് ആണ്. ദ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ് ആർ ഓൾസോ കൺസിഡർഡ് വൈൽ ഡിസൈനിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ. നിലവിലുള്ള ഗവൺമെന്റിന്റെ ലീഗൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസും ഇയർ ബൈ ഇയർ മാറിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങളും എല്ലാം നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ബാധിക്കുന്നുണ്ട്. ദ ഫേം should also take care of norms set by financial institution, SEBI, stock exchange. ഗവൺമെന്റ് ലീഗൽ നോംസ് പോലെ തന്നെ സെബിയുടെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ മാറി മാറി വരുന്ന നിയമങ്ങള് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ മിക്സിങ്ങുകളെ, കമ്പനിയുടെ സ്റ്റോക്കിന്റെ മിക്സിങ്ങുകളെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ തന്നെയാണെന്ന് പറയും. അങ്ങനെ 16 കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, ഈ 16 പോയിന്റുകളെ നോക്കിക്കൊണ്ടാണ് ഒരു കമ്പനിയിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ തീരുമാനിക്കുന്നത്. ഏതൊക്കെ ക്യാപിറ്റലിന്റെ കോമ്പിനേഷനാണ് ബിസിനസ്സിൽ പ്രയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ 16 പോയിന്റുകളെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ്. അത് പോയിന്റ് ഒന്നുകൂടെ പറയാം. ഫിനാൻഷ്യൽ ലിവറേജ്, ഗ്രോത്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് സെയില്, cost of capital, risk factor, cash flow of the firm, nature and size of the firm, control of shareholders, flexibility, requirement of investment, stock market condition, asset structure, purpose of financing, period of finance, flotation cost, influence of tax, legal requirement. 16 പോയിന്റ് പ്രധാനപ്പെട്ടാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന മെയിൻ തിയറിയാണിത്. വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ടു മിക്സ് എ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നൊരു ക്വസ്റ്റ്യൻ സി പാർട്ട് ഓറിയന്റഡ് ആണ്. 16 പോയിന്റും നന്നായിട്ട് പഠിച്ചു വെച്ചോണം. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇക്വിറ്റി ആണ്. എബിറ്റ് EPS അനാലിസിസ് പ്രോബ്ലം ഓറിയന്റ് ചെയ്യുന്നതാണ്. ജസ്റ്റ് തിയറി പറയാം ഇന്ന്. ഡെപ്റ്റ് ഇക്വിറ്റി അനാലിസിസ് എന്ന് പറഞ്ഞാൽ the choice of an appropriate capital structure depend upon the number of factors as nature of company's business. ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു ബിസിനസ്സിൽ ചോയ്സ് ചെയ്യണമെങ്കിൽ, സെലക്ട് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറുകളെ മുൻനിർത്തിക്കൊണ്ട് വേണം ആ ഒരു ചോയ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ. റെഗുലാരിറ്റി ഓഫ് ഏർണിംഗ്, condition of money market and capital market, attitude of investors etc. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. റെഗുലർ ആയിട്ടുള്ള ഏർണിങ്സ് ഉണ്ടോ നമ്മുടെ കമ്പനിക്ക്, മണി മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയൊക്കെയാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസുകൾ എങ്ങനെയൊക്കെയാണ്, ഇൻവെസ്റ്റേഴ്സിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യും അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പരിഗണിക്കാൻ വേണ്ടി. വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ which is to be emphasized while deciding the capital structure is the debt equity mix. അടുത്തൊരു പാരഗ്രാഫ് ആയിട്ടൊരു വലിയ തിയറി പോലെ പറയുവാണ്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുന്നത് മെയിൻ ഫാക്ടർ ആണ് ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ തീരുമാനിക്കാനുള്ള. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. Debt is the liability on which interest has to be paid irrespective of company's profits. ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ലൈബിലിറ്റി ആണ്. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എപ്പോഴും ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. വൈൽ ഇക്വിറ്റി കൺസിസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഓണേഴ്സ് ഫണ്ട് ഓൺ വിച്ച് payment of dividend depend upon the company's profit, a high proportion of the debt content is the capital structure increases the risk and may lead to financial insolvency of the company in adverse time. However, raising fund through debt is cheaper as compared to raising fund through its shares.
നമ്മൾ ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയുടെയും ഒരു കോമ്പിനേഷൻ നോക്കുന്നത് വഴിയായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ഏതാണെന്ന് നോക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേ ഓഫ് ചെയ്യേണ്ടത് ഏതാണെന്ന് നോക്കും. മെയിനായിട്ട് ഇവർ പറയുന്നത് റേസിംഗ് ഫണ്ട് ത്രൂ ഡെപ്റ്റ് ഈസ് ചീപ്പർ ആസ് കമ്പയർഡ് ടു റേസിംഗ് ഫണ്ട് ടു അതർ ഷെയർ എന്നാണ്. അപ്പൊ ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് ആണ് ബാക്കിയുള്ള ഇൻട്രസ്റ്റിനേക്കാൾ കുറവെന്ന് പറയപ്പെടുന്നു. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്റ്റ് ഈസ് അലൗഡ് ആസ് എ എക്സ്പെൻസ് ഫോർ ദ ടാക്സ് പർപ്പസ്. അതിന്റെ മെയിൻ റീസൺ ആണ്. ഡെപ്റ്റ് ബിസിനസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ പേരിൽ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതാണ് മറ്റുള്ള ഷെയർസിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നു. ഡിവിഡൻഡ് ഈസ് കൺസിഡേർഡ് ടു ബി ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഹെൻസ് ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഡിസ് നോട്ട് റിസൾട്ട് ഇൻ ഓൺ ടാക്സ് ബെനിഫിറ്റ് ടു ദ കമ്പനി. This means if a company which is 50% tax bracket pays interest at 12% on its debt, the effective cost is to comes only 6%. അത് പ്രോബ്ലം ഓറിയന്റ് ചെയ്താൽ ഞാൻ അടുത്ത ദിവസം എടുക്കുന്നുള്ളൂ. പ്രോബ്ലം ബേസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഒരു ടേബിളർ ഫോമില് ഒരു കുറച്ച് കാര്യങ്ങൾ, അതായത് കുറെ കോളമൊക്കെ വരച്ചുകൊണ്ട് താഴോട്ട് എഴുതി എബിറ്റും പിബിറ്റിയും പാറ്റ് അങ്ങനെ പറഞ്ഞ കുറെ ടേമുകളൊക്കെ ഇതിനകത്ത് നിന്ന് കൺസിഡർ ചെയ്ത് കണ്ടെത്താനുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്തൊരു ഇക്വേഷൻ പ്രയോഗിക്കുന്നുണ്ട്. EPS ഈസ് ഈക്വൽ ടു എബിറ്റ് മൈനസ് ഐ 1 മൈനസ് ടി മൈനസ് പി ഡി ഡിവൈഡ് ബൈ എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലൂടെയാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുക. ഇത് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇത് ഓരോ ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻസുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പൊ അത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. അപ്പൊ ഇത്ര മതി ഇന്ന്. ഡെപ്റ്റ് ഇക്വിറ്റി ആ ഒരു കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ ഒരു EPS അനാലിസിസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് ആകെ 16 പോയിന്റ് ആണുള്ളത്. ആ 16 പോയിന്റിൽ നിന്ന് നിങ്ങളിപ്പോ ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് മാത്രം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തൊന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങളെ അറ്റൻഡൻസ് ഒന്ന് എടുത്തോട്ടെ.